ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐ പ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ UGC നെറ്റ് പൊളിറ്റിക്കൽ സയൻസ് ജൂൺ 2025 എക്സാം എല്ലാവരും എഴുതിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നന്നായിട്ട് എഴുതിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. സോ നമ്മൾ PYQs ഡിസ്കസ് ചെയ്തപ്പോൾ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ചും കൂടെ റിപ്പീറ്റഡ് ആയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻ പേപ്പറിൽ. സോ കാര്യമായിട്ടുള്ളൊരു വ്യത്യാസം ഇത്തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിലും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞൊരു 2 വർഷമായിട്ട് NTA കുറച്ചും കൂടെ ഫാക്ട്സ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഫോളോ ചെയ്യുന്നത്. നമ്മൾ ഡിസ്കഷൻ ചെയ്തപ്പോഴൊക്കെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫാക്ട്സ് നന്നായിട്ട് നമ്മൾ പഠിക്കണം, കുറേ മെമ്മറൈസേഷൻ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. അതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് ഇത്തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടായിരുന്നു. സോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ പൊളിറ്റിക്കൽ സയൻസ് എക്സാമിനെ കുറിച്ചിട്ടുള്ള ഒരു ബേസിക് ഒരു അനാലിസിസ്, നമുക്ക് കൃത്യമായിട്ടൊന്നുമല്ല ഏത് മൊഡ്യൂളിലാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്, മൊഡ്യൂൾസ് മാറാം കേട്ടോ. അതായത് ചില ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ചില മൊഡ്യൂളിന് കുറച്ചും കൂടെ വെയിറ്റേജ് ഉള്ള രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പർ മേക്ക് ചെയ്യാറുണ്ട്. ഒപ്പം തന്നെ ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പോൾ ജൂണിൽ പൊളിറ്റിക്കൽ തിയറി പേപ്പറിനാണ് കൂടുതൽ ഫോക്കസ് കിട്ടിയിട്ടുള്ളതെങ്കിൽ ചിലപ്പോൾ ഡിസംബറിലെ സെഷനിൽ ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ടിൽ നിന്നായിരിക്കും ഒരുപാട് ക്വസ്റ്റ്യൻസ് വരിക. അത് നമുക്കൊന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ള പൊളിറ്റിക്കൽ സയൻസ് പേപ്പറിനെ കുറിച്ചിട്ടുള്ള ഒരു ബേസിക് അനാലിസിസും ഒപ്പം തന്നെ ഇനി വരാൻ പോകുന്ന ഡിസംബർ 2025 UGC നെറ്റ് പൊളിറ്റിക്കൽ സയൻസ് എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നും ഏതൊക്കെ മൊഡ്യൂൾസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് നമ്മൾ പഠിക്കേണ്ടതെന്നും ഏത് രീതിയിലാണ് പഠിക്കേണ്ടതെന്നും അതിനാവശ്യമുള്ള ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ള രീതിയിലുള്ള ഒരു ഡിസ്കഷനാണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫർദർ ഒട്ടും ഡിലേ ഒന്നും ഇല്ലാതെ നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, സോ നമ്മളിപ്പോൾ കഴിഞ്ഞിട്ടുള്ള UGC നെറ്റ് എക്സാമിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ കുട്ടികളുടെ അഭിപ്രായം അനുസരിച്ചിട്ടും ഒരുപാട് ചാനൽസൊക്കെ എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് ഒക്കെ പുറത്ത് വിട്ടിട്ടുണ്ട്. സോ നമ്മളിപ്പം കുട്ടികളോടൊക്കെ എഴുതിയവരോടൊക്കെ സംസാരിക്കുമ്പോൾ ക്വസ്റ്റ്യൻസ് അത്രയും എളുപ്പമായിരുന്നില്ല എന്നാൽ അധികം ടഫും ആയിരുന്നില്ല എന്നുള്ള രീതിയിലാണ് കൂടുതലായിട്ടും റെസ്പോൺസ് കിട്ടുന്നത്. സോ നമുക്കൊരു മോഡറേറ്റ് ഡിഫിക്കൽട്ടി മാത്രമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറയാനുള്ളത്. അതായത് ലാസ്റ്റ് സെഷനിൽ UGC നെറ്റ് എക്സാം എഴുതിയ ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും അതേ കൈൻഡ് ഓഫ് പേപ്പർ തന്നെയാണ് ഇത്തവണയും വന്നിട്ടുള്ളത്. സോ നമുക്കൊരു മോഡറേറ്റ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പേപ്പറാണ്. എപ്പോഴും അത്തരത്തിലുള്ള ഒരു പേപ്പറുകളാണ് നമുക്ക് UGC നെറ്റിന് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. അതായത് ഒരുപാട് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാവില്ല, ഒട്ടും ഗസ് ചെയ്യാനൊന്നും പറ്റാത്ത രീതിയിലും NTA ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല, ഒപ്പം തന്നെ വളരെ എളുപ്പമായിട്ടുള്ള രീതിയിലും ചോദിക്കാറില്ല. ഓക്കെ, പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫാക്ട്സ് ബേസ്ഡ് ആയിരുന്നു. അതാണ് കൂടുതൽ കുട്ടികൾക്കും ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് റെസ്പോൺസിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. കാരണം ഒരുപാട് ഫാക്ട്സ് ഓർത്ത് വെക്കാനുണ്ടായിരുന്നു. ഇയറുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ സാർക്കിൻ്റെ ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഇയർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ പാകിസ്ഥാൻ പ്രസിഡന്റിന്റെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലുള്ള കറണ്ട് അഫയേഴ്സും അല്ലെങ്കിൽ എന്താ പറയുക സാർക്കിൻ്റെ ഒക്കെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഇയർ, EU-യുടെ ഇയർ ഒക്കെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. സോ അതുപോലെ ഇയറുകൾ, പേരുകൾ, ബുക്കുകൾ, കോട്ടുകൾ, ആൾക്കാരുടെ പ്രധാനപ്പെട്ട ഫേമസ് കോട്സുകളൊക്കെ ഫാക്ട്സ് അതായത് മെമ്മറൈസ് ചെയ്ത് വെക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്, അത്തരത്തിലുള്ള ഫാക്ട്സ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. സോ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ അപ്പോൾ ഇനി UGC നെറ്റിന് പ്രിപ്പയർ ചെയ്യുമ്പോഴേക്കും അത്തരത്തിലുള്ള ഒരു ഫാക്ട്സ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് നിങ്ങൾ മുന്നോട്ട് വെക്കേണ്ടത്. കഴിയുന്നത്ര ഫാക്ട്സ് നിങ്ങൾ മെമ്മറൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അത് നിങ്ങൾക്ക് അവസാനത്തെ ഒരു മന്ത് കൊണ്ടുള്ള പ്രിപ്പറേഷൻ കൊണ്ടൊന്നും സാധിക്കാത്തൊരു കാര്യമാണ്. കൂടുതൽ പേര് മിസ്റ്റേക്ക് ചെയ്യുന്നത് അവിടെയാണ്. അതായത് UGC നെറ്റിനുള്ള പ്രിപ്പറേഷന് കൂടുതൽ കുട്ടികളും എന്താ പറയുക അപ്രോച്ച് ചെയ്യുന്നത് ലാസ്റ്റ്, അതായത് എക്സാമിന് തൊട്ട് മുന്നേ ഉള്ള ഒരു മന്ത് കൊണ്ടാണ് എല്ലാവരും സിലബസ് തീർക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷെ അതൊരു റോങ് മെത്തേഡാണ്. കാരണം ഇത്രയും ഫാക്ട്സ് നമ്മൾ മെമ്മറൈസ് ചെയ്യേണ്ടത് കൊണ്ട് തന്നെ മാക്സിമം എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് UGC പ്രിപ്പറേഷൻ തുടങ്ങാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ഇതിപ്പോൾ തന്നെ ജൂണിൻ്റെ റിസൾട്ട് നമുക്ക് ചിലപ്പോൾ ജൂലൈയിൽ കിട്ടും. അപ്പോൾ ജൂലൈ തൊട്ടിട്ട് തന്നെ റിസൾട്ട് വരുന്നതിൻ്റെ പിറ്റേ ദിവസം മുതൽ തന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങി വെക്കുക. കാരണം അത്രയും ഫാക്ട്സ് നിങ്ങൾ മെമ്മറൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസുകളുടെ പേര്, പിന്നെ ഗവർണേഴ്സിൻ്റെ പേര്, അതുപോലുള്ള കാര്യങ്ങൾ. പിന്നെ മൂന്നാമത്തെ കാര്യം നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ക്രൊണോളജി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ കൂടുതലായിട്ടും ചോദിക്കുന്നത്. ഈ കഴിഞ്ഞ ജൂണിലെ എക്സാമിൽ തന്നെ ഒരുപാട് ക്രൊണോളജി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. സ്റ്റേറ്റുകൾ ഫോർമേറ്റ് ചെയ്തിട്ടുള്ള ഇയറുകൾ അനുസരിച്ച് സ്റ്റേറ്റുകളെ ക്രൊണോളജിക്കലി പ്ലേസ് ചെയ്യാം. നമ്മളത് PYQs ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ കൂടുതൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ക്രൊണോളജിയിലാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അടുത്ത എന്താണ്, ഗവർണേഴ്സിന്റെ പേര് അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റിന്റെ, എനിക്ക് തോന്നുന്നു വൈസ് പ്രസിഡന്റ്സ് ആണെന്ന് തോന്നുന്നു, വൈസ് പ്രസിഡന്റ്സ് ഓഫ് ഇന്ത്യ, അവരുടെ ഒരു അവർ
കാലഘട്ടം അനുസരിച്ചിട്ട് അവരെ ക്രോണോളജിക്കലി പ്ലേസ് ചെയ്യുക. പിന്നെ ലോകസഭാ സീറ്റിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റുകളെ പ്ലേസ് ചെയ്യുക. പിന്നെ റിസർവേഷൻ സീറ്റുകളുടെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റുകളെ പ്ലേസ് ചെയ്യുക. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫാക്ട്സ് അറിഞ്ഞതുകൊണ്ട് മാത്രമായില്ല, നിങ്ങൾ അതിന്റെ ഇയറുകളും കൂടി അറിഞ്ഞ് അതിനെ ക്രോണോളജിക്കലി നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി കൂടെ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ആ ക്വസ്റ്റ്യൻസ് ശരിയാവുള്ളൂ. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്സ് അത് ഇയറുകൾക്ക് അനുസരിച്ചിട്ട് പ്ലേസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് 1972 അറിഞ്ഞെങ്കിൽ പോലും അതിന് നിങ്ങൾക്ക് ക്രോണോളജിക്കലി അപ്പോൾ ഒരു 4-5 അമെൻമെന്റ്സ് ചോദിക്കും. അപ്പോൾ ഈ 5 അമെൻമെന്റ്സിന്റെ ഇയറുകളും നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അത് ക്രോണോളജിക്കലി പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അത്രത്തോളം ഫാക്ട്സ് ബേസ്ഡും ക്രോണോളജി ബേസ്ഡും ആണ് ഇപ്പോൾ വരുന്ന പാറ്റേൺ എന്ന് പറയുന്നത്. സോ നിങ്ങൾ അടുത്ത ഡിസംബറിലേക്ക് പ്രിപ്പയർ ചെയ്യുമ്പോഴും വലിയ വ്യത്യാസം ഈ പാറ്റേണിൽ നിന്ന് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ നിങ്ങൾ ഫാക്ട്സ് ബേസ്ഡ് ആയിട്ടും ക്രോണോളജി ബേസ്ഡ് ആയിട്ടും ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്കത് പറ്റുള്ളൂ. ദെൻ ഞാൻ പറഞ്ഞതുപോലെ ലോകസഭാ സീറ്റ് നമ്പേഴ്സ്, റിസർവേഷൻ സീറ്റ്സ്, ഇതിൻ്റെയൊക്കെ നമ്പേഴ്സ് ഓർത്ത് വെക്കുക എന്നുള്ളത്. അതായത് നമുക്കിപ്പം മൊഡ്യൂൾസ് വൈസ് ഞാൻ ഇതിൽ അനാലിസിസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏതൊക്കെ മൊഡ്യൂളിൽ ഏതൊക്കെ ടോപ്പിക്സിനാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത്. അതിനേക്കാൾ കൂടുതൽ ഇത്തരത്തിലുള്ള സീറ്റ് നമ്പേഴ്സ് ഇതൊക്കെ വളരെ ജനറൽ നോളജുമായിട്ട് കറണ്ട് അഫയേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഇപ്പം ലാസ്റ്റ് ടൈമിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, 2014 ലോകസഭാ ഇലക്ഷനിൽ കോൺഗ്രസിന് കിട്ടിയിട്ടുള്ള സീറ്റുകളുടെ എണ്ണം എത്രയാണ്? അതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് NDA പ്രതീക്ഷിക്കാവുന്നതാണ്. സോ ഇത്തരം ഫാക്ട്സുകൾക്കും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ വേണ്ടി. ഓക്കെ, സോ ജൂണിൽ നടന്നിട്ടുള്ള എക്സാം ഒരു ബേസിക് ഒരു അനാലിസിസ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ തിയറിയിൽ നിന്നും ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട കുറച്ച് അപ്രോച്ചസും അതിന്റെ അപ്രോച്ചസ് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ അതിന്റെ തിങ്കേഴ്സിനെയും കൂടെ റിലേറ്റ് ചെയ്ത് പഠിക്കണം. മാച്ച് ദ ഫോളോയിങ് പോലെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ടിൽ നിന്നും ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ഇന്ത്യ, പ്രയാമ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ആർട്ടിക്കിൾ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് പാർലമെന്റിന് ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ട് പവേഴ്സ് കൊടുക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? അത് ഒറ്റൊരു ക്വസ്റ്റ്യൻ ആയിട്ടായിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ആർട്ടിക്കിൾ 327 ആയിരുന്നു. ഓക്കെ, സോ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. വളരെ എന്താ പറയാ, നമ്മൾ പെരിഫറൽ ആയിട്ട് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം ക്വസ്റ്റ്യൻസ് ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ മാക്സിമം മോക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുക, PYQs ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ പറയാനുള്ളത്. പിന്നെ ഇന്റർനാഷണൽ റിലേഷൻസ് എന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. മാസ്ട്രിക്റ്റ് ട്രീറ്റി, ഇറാനിയൻ റവല്യൂഷന്റെ ഇയർ, ബെർലിൻ വാർ കൊളാപ്സ് ചെയ്തത് എപ്പോഴാണ്, അതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഡിസാർമമെന്റ് ട്രീറ്റീസിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. CTBT, PTBT ഇതുപോലുള്ള ട്രീറ്റീസ് ഏത് ഇയറിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്, അതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. തിങ്കേഴ്സും അവരുടെ കൺസെപ്റ്റ്സും ആയിരുന്നു. അത് മാച്ച് ദ ഫോളോയിങ് പോലെ ചെയ്യാനായിരുന്നു. പിന്നെ ഗവേണൻസ് ആൻഡ് പബ്ലിക് പോളിസി ഇൻ ഇന്ത്യ, സ്കീംസുകളുടെ പേര് ചോദിച്ചിട്ടുണ്ട്. ആ സ്കീംസുകളിൽ തന്നെ ഒരു 5 സ്കീമുകൾ തന്നിട്ട് അതിനെ ക്രോണോളജിക്കലി പ്ലേസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. സോ ഇത്തരം ഈ മൊഡ്യൂൾസ് ആണ് ഈ ജൂൺ എക്സാമിൽ കൂടുതൽ ഫോക്കസ് കൊടുത്തിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്റർനാഷണൽ റിലേഷൻസിൽ നിന്നും പൊളിറ്റിക്കൽ തിയറിയിൽ നിന്നും പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ നിന്നും പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നൊക്കെ ഉള്ളായിരുന്നു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. ഓക്കെ, ഇതാണ് ജൂൺ എക്സാമിന്റെ ഒരു ഓവറോൾ ഐഡിയ. സവർക്കറുടെ തന്നെ പുസ്തകങ്ങളുടെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കോംപ്രിഹെൻഷനിൽ വന്നിട്ടുള്ളത് സവർക്കറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പാസേജ് ആയിരുന്നു. സോ സവർക്കർ എന്ന് പറയുന്ന ടോപ്പിക് അദ്ദേഹത്തിന്റെ ബുക്സും അദ്ദേഹത്തിന്റെ വർക്കും അദ്ദേഹം കൊടുത്തിട്ടുള്ള കൺസെപ്റ്റ്സും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. റിപ്പീറ്റഡ് ആയിട്ട് UGC നെറ്റ് എക്സാമുകളിൽ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. ഒപ്പം തന്നെ സ്വാമി വിവേകാനന്ദുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളുടെ പേരുകൾ, അതിൽ ഏതാണ് സ്വാമി വിവേകാനന്ദ എഴുതാത്ത പുസ്തകം എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതായത് നമ്മൾ 5 പുസ്തകങ്ങൾ തരും, അതിൽ സ്വാമി വിവേകാനന്ദ എഴുതാത്ത പുസ്തകം ഏതാണ്. അപ്പോൾ ഇതുപോലെ ഫാക്ട്സ് ബേസ്ഡ് ആയിട്ടുള്ള വളരെ പിൻ പോയിന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ NDA ചോദിക്കുന്നത്. ഓക്കെ, കൂട്ടത്തിൽ തന്നെ കൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസും ഉണ്ടാവും, എങ്കിലും കൂടുതൽ വെയിറ്റേജ് കൊടുക്കുന്നത് ഫാക്ട്സ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനാണ്. ഓക്കെ, ദെൻ ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ഡിസംബർ 25 പൊളിറ്റിക്കൽ സയൻസ് എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്നവർക്ക് എങ്ങനെയാണ് അവരുടെ സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യേണ്ടത്, അതിന് ഏതൊക്കെ മൊഡ്യൂൾസിൽ ഏതൊക്കെ ടോപ്പിക്സിനാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ഏത് അപ്രോച്ചിലാണ് ഓരോ മൊഡ്യൂളും പഠിക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ആദ്യത്തെ മൊഡ്യൂൾ എല്ലാവർക്കും അറിയായിരിക്കും. അവിടെ ആകെ മൊത്തം 10 യൂണിറ്റ്സ് ആണ് പൊളിറ്റിക്കൽ സയൻസിന്റെ സിലബസിലുള്ളത്. വളരെ വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണ്, വളരെ ബിഗ് ആണ് കമ്പയർഡ് ടു അതർ സബ്ജക്ട്സ്. സോ എത്ര പെട്ടെന്ന് പ്രിപ്പറേഷൻ തുടങ്ങാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് നിങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങുക. മാക്സിമം സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. ഒപ്പം തന്നെ PYQസും പിന്നെ ഒപ്പം തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസും ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുക, പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓക്കെ,
സോ യൂണിറ്റ് 1 പൊളിറ്റിക്കൽ തിയറി ആണ്. പ്രധാനപ്പെട്ട ലിബർട്ടി, ജസ്റ്റിസ്, റൈറ്റ്സ് പോലെയുള്ള കൺസെപ്റ്റുകൾ, പവർ, ഡെമോക്രസി പോലുള്ള കൺസെപ്റ്റുകൾ, പിന്നെ കുറെ ലിബറലിസം, കമ്മ്യൂണിസം, മാർക്സിസം, ഫെമിനിസം, മൾട്ടികൾച്ചറലിസം, ഇക്കോളജിസം, അങ്ങനത്തെ ഒരുപാട് കൺസെപ്റ്റുകളും ഉണ്ട്. ഓക്കെ, ഇതിൽ തന്നെ ഫെമിനിസം, മൾട്ടികൾച്ചറലിസം, ഇക്കോളജിസം ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ഇപ്പോൾ എക്സാംസുകൾക്ക് ചോദിക്കുന്നതാണ്. ഇപ്പൊ സൈമൺ ഡി ബോണ്ടിയൂവറുടെ പുസ്തകം ഫെമിനിസ്റ്റ് റൈറ്റർ ആണ്. സോ സെക്കൻഡ് സെക്സ്, അതുപോലെ മേരി വോൾസ്റ്റോൺക്രാഫ്റ്റ് അവരുടെ വിൻഡിക്കേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് വുമൺ, ഇതൊക്കെ എല്ലാ എക്സാമിനും ഇപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ റാഡിക്കൽ ഫെമിനിസ്റ്റുകൾ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ റാഡിക്കൽ ഫെമിനിസ്റ്റുകൾ ആരൊക്കെയാണ്, ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ ഇക്കോളജിസം, ഇത്തവണത്തെ എക്സാമിന് 2 ക്വസ്റ്റ്യൻസ് ഇക്കോളജിസത്തിൽ നിന്നുണ്ടായിരുന്നു. അതായത് ഡീപ്പ് ഇക്കോളജി എന്ന് പറയുന്ന ടേം ആരാണ് കോയിൻ ചെയ്തിട്ടുള്ളത്, ഒപ്പം തന്നെ ഇക്കോളജി എന്ന ടേം ആരാണ് ആദ്യമായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്, ഏണസ്റ്റ് ഹേക്കലാണ് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഡീപ്പ് ഇക്കോളജി എന്ന് പറയുന്നത് എർണേനാസ് എന്ന് പറയുന്ന തിങ്കറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ അതുപോലുള്ള ഫാക്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഈ മൾട്ടികൾച്ചറലിസം, ഫെമിനിസം, ഇക്കോളജിസം ബന്ധപ്പെട്ടിട്ട് ചോദിക്കാറുണ്ട്. ഒപ്പം തന്നെ ജസ്റ്റിസ്, റൈറ്റ്, ലിബർട്ടി ഇതുപോലുള്ള കൺസെപ്റ്റുകൾ, ഇതിൽ തന്നെ ലിബർട്ടി ഒക്കെ പറയുമ്പോൾ ജെ.എസ്. മില്ലിനെ കുറിച്ചിട്ട് നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അത് പിന്നെ നിങ്ങളുടെ അടുത്ത മൊഡ്യൂളിൽ ജെ.എസ്. മിൽ എന്ന് പറഞ്ഞിട്ട് ഒരു പെർട്ടിക്കുലർ ഒരു സെപ്പറേറ്റ് ടോപ്പിക് തന്നെയുണ്ട്. സോ ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ ഇപ്പം റൈറ്റ്സിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ജനറേഷൻസ് ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്നത്, കാൾ വെസക്കിന്റെ. സോ ഇത് ആര് കൊണ്ടുവന്നു, ഏത് തിങ്കർ കൊണ്ടുവന്നു, ആ തിങ്കറുടെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്തൊക്കെയാണ്, ഒപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ടത് അവരുടെ പുസ്തകങ്ങൾ ഏതൊക്കെയാണ്. പുസ്തകങ്ങളുടെ കാര്യം പറയുമ്പോൾ ഞാനൊരു കാര്യം കൂടെ ആഡ് ചെയ്യുകയാണ്. നമ്മളിപ്പോൾ ഒരു തിങ്കറെ പഠിക്കുമ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് ആ തിങ്കറുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകങ്ങൾ, അല്ലെങ്കിൽ കൂടിപ്പോയി കഴിഞ്ഞ ഒരു 3 പുസ്തകങ്ങൾ നമ്മൾ മെമ്മറൈസ് ചെയ്യും, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 3 പുസ്തകങ്ങൾ. പക്ഷെ NTA ഭയങ്കര ക്രൂക്കഡാണ്. പ്രധാനപ്പെട്ട 3 പുസ്തകങ്ങളല്ല അവർ ചോദിക്കുന്നത്, ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, അതായത് നമ്മൾ ഒട്ടും ശ്രദ്ധിക്കില്ല എന്ന് തോന്നുന്ന രീതിയിലുള്ള പുസ്തകങ്ങൾ പോലും ചോദിച്ചിട്ടുണ്ട്, NTA എക്സാമുകൾക്ക് ചോദിക്കാറുണ്ട്. സോ ഒരു തിങ്കറെ കുറിച്ച് പഠിക്കുമ്പോൾ എനിക്കറിയാം എല്ലാ പുസ്തകവും ഒന്ന് മെമ്മറൈസ് ചെയ്യാൻ അത്ര എളുപ്പമല്ല, പക്ഷേ നമ്മൾ ഇമ്പോർട്ടൻ്റ് അല്ലല്ല എന്ന് വിചാരിക്കുന്ന ഒന്ന് ജസ്റ്റ് വായിക്കുകയോ അല്ലെങ്കിൽ നമ്മളൊന്ന് മെമ്മറൈസ് ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്യണം. കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുസ്തകങ്ങൾ മാത്രമല്ല, ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുസ്തകങ്ങളും NTA എക്സാമുകൾക്ക് ചോദിക്കാറുണ്ട്. ഒപ്പം തന്നെ അവർ പറഞ്ഞിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള കോഴ്സുകളും കൂടെ ഓർത്തു വെക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, യൂണിറ്റ് നമ്പർ 2 വരികയാണ്. യൂണിറ്റ് നമ്പർ 2 യൂണിറ്റ് നമ്പർ 1ന്റെ കൂടെ തന്നെ പഠിക്കാൻ പറ്റുന്ന ഒരു യൂണിറ്റ് ആണ് യൂണിറ്റ് നമ്പർ 2. തന്നെ പൊളിറ്റിക്കൽ തോട്ടിൽ നിങ്ങൾക്കറിയാം ഒരുപാട് തിങ്കേഴ്സ് ഉണ്ട് അതിനകത്ത്. ക്ലാസിക്കൽ തിങ്കേഴ്സ് ഉണ്ട്, മോഡേൺ പൊളിറ്റിക്കൽ തിങ്കേഴ്സ് ഉണ്ട്. ഇതിൽ തന്നെ ജോൺ റോൾസ്, കാൾ മാർക്സ്, ഹന്ന, മേരി വോൾസ്റ്റോൺക്രാഫ്റ്റ്, J.S. മില്ലി ഇവരൊക്കെ സെപ്പറേറ്റ് ടോപ്പിക്സിൽ വരുന്നതാണ്. ഈ ഹന്ന ഹാരൻഡേറ്റ് ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുകയാണ്. ഇപ്പൊ ലാസ്റ്റ് 3 എക്സാമുകളിലും ഹന്നയുടെ പുസ്തകങ്ങളുടെ മെൻഷനിങ് ഉണ്ടായിരുന്നു. ഹ്യൂമൻ കണ്ടീഷൻ എന്ന് പറയുന്ന ഒരു പുസ്തകം, ലേറ്റസ്റ്റ് ആയിട്ട് വന്നതിൽ ഓൺ റെവല്യൂഷൻ എന്ന് പറയുന്ന പുസ്തകം, ജൂണിൽ നടന്നിട്ടുള്ള എക്സാമിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഓൺ റെവല്യൂഷൻ എന്ന് പറയുന്ന പുസ്തകം ആരാണ് എഴുതിയിട്ടുള്ളത്, അതും ഹന്നയാണ്. സോ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ആൾക്കാരാണ് ഈ ജോൺ റോൾസ്, കാൾ മാർക്സ്. ജോൺ റോൾസിന്റെ തന്നെ ജസ്റ്റിസ് തിയറി, അദ്ദേഹത്തിന്റെ കോഡ്സ് തന്നെ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ജസ്റ്റിസ് തിയറിയുടെ ഒരു ചെറിയൊരു എക്സേർട്ട് തന്നിട്ട് ഇത് ആര് പറഞ്ഞതാണ്, ഇല്ലെങ്കിൽ ഇത് ആരുടെ കൺസെപ്റ്റ് ആണ്. പിന്നെ വെയിൽ ഓഫ് ഇഗ്നോറൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ഓവർലാപ്പിംഗ് കൺസെൻസസ്, ഇതുപോലത്തെ കുറച്ച് കൺസെപ്റ്റുകളുടെ പേരുകളുണ്ട്. ഇതൊക്കെ നോട്ട് ഡൗൺ ചെയ്യണം, എന്നിട്ട് പഠിക്കണം. ഇവരൊക്കെ വളരെ റിപ്പീറ്റഡ് ആയിട്ട് എക്സാമുകൾക്ക് ചോദിക്കുന്ന, നമ്മൾ കാണുന്ന ആൾക്കാരാണ്. ഓക്കെ, J.S. മില്ലിന്റെ യൂട്ടിലിറ്റേറിയൻ കൺസെപ്റ്റ് ഒക്കെ ചോദിക്കാറുണ്ട്. ദെൻ ഒപ്പം തന്നെ ബുക്സ് പഠിക്കുമ്പോൾ എപ്പോഴും അതിന്റെ ഇയറും കൂടെ പഠിക്കണം. അതൊരു ക്രോണോളജിക്കൽ ബേസിലായിട്ട് പഠിക്കണം. ഇപ്പം ജോൺ റോൾസിന്റെ തന്നെ 5 പുസ്തകങ്ങൾ തന്നിട്ട് ഈ 5 പുസ്തകങ്ങൾ ക്രോണോളജിക്കലി പ്ലേസ് ചെയ്യാനുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. സോ പുസ്തകങ്ങൾ പഠിക്കുമ്പോൾ തിങ്കർ, പുസ്തകങ്ങൾ, ആ പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുള്ള ഇയർ, അതൊരു ഓർഡറിൽ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ റീകോൾ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഓക്കെ, ഹന്നയൊക്കെ എന്തായാലും കംപ്ലീറ്റ് ചെയ്യുക സിലബസിൽ. അതൊന്നും വിട്ട് കളയേണ്ട പാർട്ടുകളല്ല, കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ആണ്. ഓക്കെ, അവരുടെയൊക്കെ കോഴ്സുകളും ഒന്ന് ശ്രദ്ധിക്കുക. ഇത്രയാണ് സെക്കൻഡ് മൊഡ്യൂളിൽ പറയാനുള്ളത്. എനിക്ക് മനസ്സിലാവും പറയുമ്പോൾ അത് ഒരുപാട് പോലെയുള്ളത് നിങ്ങൾക്ക് തോന്നും, പക്ഷെ കണ്ടുവരുന്ന പാറ്റേൺ അനുസരിച്ചിട്ടാണ് ഞാൻ ഈ അനാലിസിസ് തയ്യാറാക്കിയിട്ടുള്ളത്. സോ തേർഡ് മൊഡ്യൂളിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ടാണ്. സെയിം അപ്രോച്ച് തന്നെ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. പ്രധാനപ്പെട്ട ഇന്ത്യൻ പൊളിറ്റിക്കൽ തിങ്കേഴ്സ്, എസ്പെഷ്യലി സവർക്കർ, സ്വാമി വിവേകാനന്ദ, M.N. റോയ്, B.M. അംബേദ്കർ, റാം മനോഹർ ലോഹ്യ, ഇവരൊക്കെ വളരെ ഫേവറേറ്റ് ആണ് എക്സാമിനേഴ്സിന്റെ. സോ ഇതിൽ നിന്ന് ഈ 5 പേരെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരു 2 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കൂടി 3 ക്വസ്റ്റ്യൻസ് എന്തായാലും ഇവരെ ചുറ്റിപ്പറ്റിയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. ഇവരുടെ പുസ്തകങ്ങൾ, ഇവരുടെ ഇയറുകൾ, അല്ലെങ്കിൽ ഇവരുടെ എന്തെങ്കിലും ഓർഗനൈസേഷൻസ് ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ പണ്ഡിത രമാഭായ് പോലുള്ള ആൾക്കാർ, അവരുടെയൊക്കെ ഫോക്കസ് ചെയ്ത് സവർക്കർ എന്തായാലും ഫോക്കസ് ചെയ്തോളൂ. അറ്റ്ലീസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ സവർക്കറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ NTA എക്സാമുകളിൽ ചോദിക്കാറുണ്ട്.
ഓക്കെ, അവരുടെ പുസ്തകങ്ങൾ പഠിക്കുമ്പോൾ ഏത് തിങ്കേഴ്സ് ആയിക്കോട്ടെ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആയിക്കോട്ടെ, ഇന്ത്യൻ തിങ്കേഴ്സ് ആയിക്കോട്ടെ, പൊളിറ്റിക്കൽ തിങ്കേഴ്സ് ആയിക്കോട്ടെ, മോഡേൺ വെസ്റ്റേൺ തിങ്കേഴ്സ് ആയിക്കോട്ടെ, ഇവരുടെയൊക്കെ പുസ്തകങ്ങൾ പഠിക്കുമ്പോൾ അത് മാക്സിമം ക്രോണോളജിക്കലി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം അതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ഇവരുടെയൊക്കെ പ്രധാനപ്പെട്ട കോഡ്സുകളും പഠിച്ചു വെക്കുക. ഇപ്പം സവർക്കർ ഏത് ജയിലിലായിരുന്നു, അതായത് ബ്രിട്ടീഷേഴ്സ് സവർക്കറിനെ ഏത് ജയിലിലായിരുന്നു കൊണ്ടുപോയത് പോലെയുള്ള ക്വസ്റ്റ്യൻസ് NTA ചോദിക്കാറുണ്ട്. ആൻഡമാൻ. അപ്പം അതുപോലെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഓക്കെ, പിന്നെ അംബേദ്കറുടെ പ്രധാനപ്പെട്ട സോഷ്യൽ റിഫോം ഓർഗനൈസേഷൻസ്, പിന്നെ ന്യൂസ് പേപ്പേഴ്സ്, ഇവരൊക്കെ തുടങ്ങിയിട്ടുള്ള ന്യൂസ് പേപ്പേഴ്സ്, അവരുടെയൊക്കെ പേരുകൾ. ഓക്കെ, അങ്ങനെ സെപ്പറേറ്റ് ഫാക്ട്സ് ഉണ്ടാക്കുക, ഫ്ലോ ചാർട്ട് പോലെ ക്രിയേറ്റ് ചെയ്യുക, പഠിക്കുക. പിന്നെ ഫ്ലാഷ് കാർഡ്സ് ഉണ്ടാക്കി വെച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ പറ്റുന്ന സമയത്തൊക്കെ അത് റിവൈൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുക. അങ്ങനെയാണ് നമുക്ക് മെമ്മറി ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നത്. കുഞ്ഞു 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 കാർഡുകളാക്കുക, ഫാക്ട്സ്, എന്നിട്ട് അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. എല്ലാ ഡേയും ഇങ്ങനെ റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോഴാണ് നമുക്കത് മെമ്മറൈസ് ചെയ്യാനും പെട്ടെന്ന് റീകോൾ ചെയ്യാനും പറ്റുന്നത്. ഓക്കെ, അപ്പം 4th മൊഡ്യൂൾ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ് പൊളിറ്റിക്കൽ അനാലിസിസ് ആണ്. പൊളിറ്റിക്കൽ സയൻസിൽ തന്നെ ഉള്ളതിൽ 10 യൂണിറ്റ്സിൽ ഏറ്റവും കുറച്ചും കൂടെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് കമ്പാരിറ്റീവ് പൊളിറ്റിക്കൽ അനാലിസിസ്. ഇതിൽ തന്നെ കുറച്ചും കൂടെ തിയറിറ്റിക്കൽ ബേസ്ഡ് ആണ് ഈ മൊഡ്യൂൾ കംപ്ലീറ്റ് വരുന്നത്. ഇതിൽ തന്നെ ഡെമോക്രാറ്റൈസേഷൻ തിയറീസ്, മോഡേണൈസേഷൻ തിയറീസ്, എലൈറ്റ് തിയറീസ് ഒക്കെ ഉണ്ട്. ഈ എലൈറ്റ് തിയറീസിൽ തന്നെ പ്രധാനപ്പെട്ട 3 പേര്, വിൽഫ്രെഡോ പാരറ്റോ, ഗെയ്റ്റാനോ മോസ്ക, പിന്നെ റോബർട്ട് മൈക്കൽസ്, ഇവരിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എലൈറ്റ് തിയറി ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതൊന്നും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. റിപ്പീറ്റഡ് ആയിട്ട് NTA എക്സാമുകളിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു സെക്ഷനാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ അയൺ ലോ ഓഫ് ഒലിഗാർക്കി എന്ന് പറയുന്ന കൺസെപ്റ്റ് ആരുടേതാണ് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. സോ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അവരുടെ പുസ്തകങ്ങൾ, അവർ കൊടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട കൺസെപ്റ്റുകൾ. പിന്നെ പൊളിറ്റിക്കൽ പാർട്ടി റിലേറ്റഡ് ആയിട്ട് പാർട്ടി സിസ്റ്റത്തിനെ കുറിച്ചുള്ള ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ 1 പാർട്ടി സിസ്റ്റം എന്താണ്, 2 പാർട്ടി സിസ്റ്റം എന്താണ്. അതുപോലെ തന്നെ വേൾഡിലെ പ്രധാനപ്പെട്ട കൺട്രീസ്, ഇപ്പോൾ US-ലൊക്കെയുള്ള പാർട്ടികൾ അല്ലെങ്കിൽ ഇറ്റലിയിലൊക്കെയുള്ള പാർട്ടികൾ. കഴിഞ്ഞ തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ജോർജിയ മെലോണി എന്ന് പറയുന്ന ഇറ്റലിയിലെ PM ഏത് പാർട്ടിയിൽ നിന്നുള്ള ആളാണ്. പിന്നെ ഇത്തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു, അതായത് ഇയറുകൾക്കനുസരിച്ചിട്ട് പാർട്ടികളെ ക്രോണോളജിക്കലി പ്ലേസ് ചെയ്യാൻ വേണ്ടി. അതിൽ ഉക്രൈനിലുള്ള ഒരു പാർട്ടി, പിന്നെ ഐ തിങ്ക് ഫ്രം ബംഗ്ലാദേശ്, ഇന്ത്യയിൽ നിന്നുള്ള ഒരു പാർട്ടി. ഇത്തരം പാർട്ടികൾ പല കൺട്രികളിൽ നിന്നുള്ള, US-ൽ നിന്നുള്ള ഡെമോക്രാറ്റിക് പാർട്ടി. സോ ഈ പാർട്ടികളുടെ ഫോർമേഷൻ ഇയറുമായിട്ട് ബന്ധപ്പെട്ട് അവരെ ക്രോണോളജിക്കലി പ്ലേസ് ചെയ്യാനുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. സോ മാക്സിമം പൊളിറ്റിക്കൽ പാർട്ടിയെ കുറിച്ചിട്ടും പ്രധാനപ്പെട്ട പാർട്ടികളെ കുറിച്ചിട്ടും ധാരണ ഉണ്ടായിരിക്കണം. പിന്നെ പൊളിറ്റിക്കൽ റെഷീം, ലൈക്ക് ടോട്ടാലിറ്റേറിയൻ റെഷീം എന്ന് പറഞ്ഞാൽ എന്താണ്, അബ്സല്യൂട്ട് മൊണാർക്കി എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. പിന്നെ പ്രധാനപ്പെട്ട വേൾഡ് ലീഡേഴ്സിനെ കുറിച്ച്, ഇപ്പോൾ ചൈനയിലെ PM ആരാണ്, US-ലെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. അതുപോലെയുള്ള ജനറൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ജോർജിയ മെലോണി ഏത് കൺട്രിയിലെ പ്രൈം മിനിസ്റ്റർ ആണെന്നുള്ളതായിരുന്നു ഇത്തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഒരു ചോദ്യം. സോ ബേസിക് ആയിട്ടുള്ള വേൾഡ് ലീഡേഴ്സിനെ കുറിച്ചിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവണം. പിന്നെ NGOs, പ്രധാനപ്പെട്ട ഇന്ത്യയിലെ NGOs, അതിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറില്ലെങ്കിലും ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ, ന്യൂ സോഷ്യൽ മൂവ്മെന്റ്സിനെ കുറിച്ചിട്ട്, ഐഡന്റിറ്റി മൂവ്മെന്റ്സിനെ കുറിച്ചിട്ടൊക്കെ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ഇലക്ഷൻ, അതൊക്കെ അടുത്ത മൊഡ്യൂളിലും കൂടെ വരുന്നുണ്ട്. പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്ന മൊഡ്യൂളിലും കൂടെ അത് വരുന്നുണ്ട്. സോ ആ സമയത്ത് കമ്പൈൻ ചെയ്തിട്ട് പഠിച്ചാൽ മതിയാവും. ഓക്കെ, എലൈറ്റ് തിയറീസ്, ഡെമോക്രാറ്റൈസേഷൻ തിയറീസ്, ഈ ഹണ്ടിങ്ടന്റെ ഡെമോക്രാറ്റിക് വേവ് തിയറീസ് ഒക്കെ ഉണ്ട്. സോ അതൊന്നും വിട്ടുകളയരുത്. അതൊക്കെ വളരെ എക്സാമിന്റെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള സെക്ഷൻസ് ആണ്, ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. സോ 5th മൊഡ്യൂളിലേക്ക് വരുമ്പോൾ ഇന്റർനാഷണൽ പൊളിറ്റിക്സ് ആണ്. ഇന്റർനാഷണൽ പൊളിറ്റിക്സ് വളരെ വലുതാണ് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ പൊളിറ്റിക്കൽ സയൻസ് എക്സാമിലേക്ക് കൂടുതലായിട്ടും തിയറി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. തിങ്കേഴ്സ്, അവരുടെ പുസ്തകങ്ങളുടെ, അവരുടെ ക്രോണോളജിക്കൽ ഓർഡർ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് ഡിസാമമെന്റ് ട്രീറ്റീസ്. ഡിസാമമെന്റ് ട്രീറ്റീസ് ഏത് ഇയറിൽ സൈൻ ചെയ്തു, ആരൊക്കെ റാറ്റിഫൈ ചെയ്തു എന്നതുപോലെ ഡീപ്പ് ആയിട്ടുള്ള ഇൻഫർമേഷൻസിനെ കുറിച്ച് നിങ്ങൾക്ക് ധാരണ ഉണ്ടാവണം. അതായത് ഇപ്പോൾ NPT-യിൽ അംഗങ്ങളായിട്ടുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ് ചൂസ് ചെയ്യുക. ഒരു 5 രാജ്യങ്ങളുടെ പേര് തരും, ഇതിൽ NPT സൈൻ ചെയ്തിട്ടുള്ള രാജ്യങ്ങളെ ചൂസ് ചെയ്യുക. ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. സോ നോൺ പ്രോലിഫറേഷൻ ട്രീറ്റി, ദാറ്റ് ഈസ് NPT, ഇത് ഏത് ഇയറിൽ കൊണ്ടുവന്നു, ആരൊക്കെ റാറ്റിഫൈ ചെയ്തു, ആരൊക്കെ സൈൻ ചെയ്തു, ആരൊക്കെ മാറി നിൽക്കുന്നുണ്ട്, ഇതുപോലുള്ള കൺസെപ്റ്റുകൾ ചോദിക്കാറുണ്ട്. സോ അതിനെക്കുറിച്ചിട്ട് ഡീപ്പ് ആയിട്ടുള്ള ഒരു ധാരണ വേണം. പിന്നെ അവരുടെ പ്രധാനപ്പെട്ട ഇയറുകൾ, PTBT, CTBT, ABM, ആന്റി ബാലിസ്റ്റിക് മിസൈൽ ട്രീറ്റി, ഇതൊക്കെ എപ്പോൾ സൈൻ ചെയ്തു, അതൊക്കെ നിങ്ങൾക്കൊരു ടേബിൾ പോലെ ഫോർമേറ്റ് ചെയ്ത് പഠിക്കാവുന്നതാണ്. പിന്നെ യുണൈറ്റഡ് നേഷൻസിന്റെ പീസ് കീപ്പിംഗ് മിഷൻസ്, ലാസ്റ്റത്തെ 2 എക്സാമുകൾക്കും ഈ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. യുണൈറ്റഡ് നേഷൻസിന്റെ പീസ് കീപ്പിംഗ് മിഷൻ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ, ഇപ്പോൾ സുഡാനിലൊക്കെ ഉണ്ടായിരുന്നു. സോ അങ്ങനെ പീസ് കീപ്പിംഗ് മിഷൻ പല സ്ഥലങ്ങളിലേക്കും അയച്ചിട്ടുണ്ട്. സോ അതിൻ്റെയൊക്കെ ഒരു ഇയർ, അത് ഇപ്പം ക്രോണോളജിക്കൽ ബേസിലായിട്ട് ചോദിക്കാറുണ്ട്.
സോ അതിനെക്കുറിച്ചിട്ടൊരു ധാരണ വേണം. പിന്നെ റീജിയണൽ ഓർഗനൈസേഷൻസ് പ്രധാനപ്പെട്ട ആസിയാൻ, EU, സാർക്ക്, ക്വാഡ് ഇതുപോലത്തെ ഓർഗനൈസേഷൻസ്, മൾട്ടിലാറ്ററൽ ഓർഗനൈസേഷൻസ്, അതിൻ്റെയൊക്കെ ഫോമിംഗ് ഇയറും അതിലൊക്കെ അംഗങ്ങളായിട്ടുള്ള രാജ്യങ്ങളെ കുറിച്ചിട്ട് ഒരു ധാരണ വേണം. ഹ്യൂമൻ റൈറ്റ്സ് കൺവെൻഷൻസ്, ജനീവ കൺവെൻഷൻസ് അല്ലെങ്കിൽ കെമിക്കൽ വെപ്പൺ കൺവെൻഷൻസ് ഇതിനെ കുറിച്ചിട്ടൊക്കെ ഒരു ധാരണ വേണം. പിന്നെ റിയലിസം, ഐഡിയലിസം, കൺസ്ട്രക്റ്റിവിസം ഇതൊക്കെ എന്താണ്, എന്ത് കൺസെപ്റ്റ് ആണ് ഇവരൊക്കെ പറയുന്നത്, ഇതിൻ്റെയൊക്കെ മേജർ പ്രൊപ്പണൻസ് ആരാണ് എന്നുള്ള രീതിയിലുള്ള അണ്ടർസ്റ്റാൻഡിങ് വേണം. മാച്ച് ദ ഫോളോയിങ് പോലെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇത്രയൊക്കെയാണ് ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ നിന്ന് ചോദിക്കാറുള്ളത്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് ഇപ്പം ടേബിൾ 1 നിങ്ങൾക്ക് റിയലിസം, ഐഡിയലിസം, കൺസ്ട്രക്റ്റിവിസം, ഇംഗ്ലീഷ് സ്കൂൾ ഓക്കെ ഇങ്ങനെ തരാണ്. തൊട്ടപ്പുറത്ത് നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് തരാണ്. ഹെഡ്ലി ബുള്ള് അല്ലെങ്കിൽ അലക്സാണ്ടർ വെന്റ്, മോർഗൻതോ ഇതുപോലുള്ള ആൾക്കാരുടെ പേര്. ഇപ്പോൾ മോർഗൻതോ ആണെങ്കിൽ നമ്മൾ റിയലിസമായിട്ട് മാച്ച് ചെയ്യണം. അലക്സാണ്ടർ വെന്റ് ആണെങ്കിൽ നമ്മൾ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസമായിട്ട് മാച്ച് ചെയ്യണം. ഹെഡ്ലി ബുൾ ആണെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് സ്കൂളുമായിട്ട് കണക്ട് ചെയ്യണം. സോ ഇത്തരത്തിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ആവശ്യമുണ്ട്. സോ കൺസെപ്റ്റ് എന്താണ്, അവരെന്താണ് പറയുന്നത്. ഇപ്പോൾ കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നത് ഐഡിയാസ്, നോംസ്, വാല്യൂസ് ഇതിനൊക്കെ ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് ഇന്റർനാഷണൽ ഇഷ്യൂസിനെ അല്ലെങ്കിൽ ഇന്റർനാഷണൽ സിസ്റ്റത്തെ പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു അപ്രോച്ചാണ് കൺസ്ട്രക്റ്റിവിസം. സോ ഇതുപോലെയുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് കൺസെപ്റ്റുകളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ അലക്സാണ്ടർ വെന്റിനെ പോലെയുള്ള തിങ്കേഴ്സ് എഴുതിയിട്ടുള്ള പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ, ഇപ്പൊ മോർഗൻതോയുടെ പൊളിറ്റിക്സ് എമംഗ് നേഷൻസ് ഇതൊക്കെ ഫൗണ്ടേഷണൽ ബുക്കാണ് IR-ന്റെ. സോ ഇതൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, അലക്സാണ്ടർ വെന്റിന്റെ തിയറി ഓഫ് ഇന്റർനാഷണൽ പൊളിറ്റിക്സ് അതുപോലെയുള്ള ഫൗണ്ടേഷണൽ ബുക്സും പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, സോ 6ലേക്ക് വരുമ്പോൾ ഇന്ത്യൻ ഫോറിൻ പോളിസി ആണ്. ഇന്ത്യൻ ഫോറിൻ പോളിസിയിൽ പ്രധാനമായിട്ടും ട്രീറ്റീസ് ആണ് ചോദിക്കാറ്. ഫോറിൻ പോളിസി ഇനീഷ്യേറ്റീവ്സ് ഉണ്ടല്ലോ, ഈ ആക്ട് ഈസ്റ്റ് പോളിസി, ലുക്ക് ഈസ്റ്റ് പോളിസി. ഒപ്പം തന്നെ ഈ പോളിസീസ് പഠിക്കുമ്പോൾ ഇത് ആര് കൊണ്ടുവന്നു, ഏത് പ്രൈം മിനിസ്റ്ററിന്റെ പീരീഡിലാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ ആക്ട് ഈസ്റ്റ് പോളിസി നരേന്ദ്രമോദി 2014 ഈ രീതിയിൽ വേണം നിങ്ങൾ പഠിക്കാൻ. കാരണം ഈ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ക്രോണോളജിയും ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഫോർ എക്സാമ്പിൾ ലുക്ക് ഈസ്റ്റ് പോളിസി നരസിംഹറാവു 1990 അത്തരത്തിൽ പ്ലേസ് ചെയ്ത് വേണം പഠിക്കാൻ. അപ്പോൾ പോളിസി അതിന്റെ ഇയർ വൈസ് ക്രോണോളജിക്കലി പ്ലേസ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പറ്റും. പിന്നെ പോളിസിയും പ്രൈം മിനിസ്റ്ററിനെയും നിങ്ങൾക്ക് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളതെങ്കിൽ അതും നിങ്ങൾക്ക് മാച്ച് ചെയ്യാൻ പറ്റും. സോ ആ രീതിയിൽ പഠിക്കുക. പിന്നെ നെയ്ബർഹുഡ് പോളിസിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇന്ത്യയുടെ നെയ്ബേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ അവരുമായിട്ട് ഇന്ത്യ എന്തൊക്കെ ട്രീറ്റീസ് സൈൻ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ ബൈലാറ്ററൽ ട്രീറ്റിയും ചോദിക്കാറുണ്ട്. അതായത് ഈ കോംപ്രഹെൻസീവ് ഇക്കണോമിക് എഗ്രിമെന്റ് ഒക്കെ ഉണ്ടല്ലോ, സോ അതൊക്കെ ഇന്ത്യ ആരുമായിട്ടാണ് സൈൻ ചെയ്തിട്ടുള്ളത്. ഇപ്പം CEPA കോംപ്രഹെൻസീവ് ഇക്കണോമിക് പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ് ഇന്ത്യ സൗത്ത് കൊറിയ ആയിട്ട് സൈൻ ചെയ്തിട്ടുണ്ട്, ജപ്പാനായിട്ട് സൈൻ ചെയ്തിട്ടുണ്ട്, UAE ആയിട്ട് സൈൻ ചെയ്തിട്ടുണ്ട്. സോ ഇതൊക്കെ സൈൻ ചെയ്തിട്ടുള്ള ഇയറിൽ UAE ആയിട്ട് സൈൻ ചെയ്യുന്ന 2022-ലാണ്, ജപ്പാനുമായിട്ട് 2011-ലാണ്. സോ ഏതൊക്കെ രാജ്യങ്ങളുമായിട്ടാണ് ഇന്ത്യ CEPA കോംപ്രഹെൻസീവ് ഇക്കണോമിക് പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുള്ളത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും അവരെ ചൂസ് ചെയ്യുക. അപ്പോൾ ഒരു 5 കൺട്രികളുടെ പേര് തരും, അതിൽ നിങ്ങൾ UAE, ജപ്പാൻ, സൗത്ത് കൊറിയ ചൂസ് ചെയ്യണം. സോ ഇതുപോലെ ബൈലാറ്ററൽ എഗ്രിമെന്റുകളെ കുറിച്ചിട്ട് ചോദിക്കാറുണ്ട്. ബൈലാറ്ററൽ എഗ്രിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 രാജ്യങ്ങൾ തമ്മിൽ സൈൻ ചെയ്യുന്ന എഗ്രിമെന്റ്. ഇന്ത്യ ഏതൊക്കെയാണ് ബൈലാറ്ററൽ എഗ്രിമെന്റിൽ സൈൻ ചെയ്തിട്ടുള്ളത്. ഒപ്പം തന്നെ ഇന്ത്യ അംഗമായിട്ടുള്ള മൾട്ടിലാറ്ററൽ ഓർഗനൈസേഷൻസ്, ഇന്ത്യ ക്വാഡിൽ അംഗമാണ്, ഇന്ത്യ ആസിയാനിൽ അംഗമാണ്, സാർക്കിൽ അംഗമാണ്, SCO ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷനിൽ അംഗമാണ്. സോ ഇതിൻ്റെയൊക്കെ ഇയർ, ഇന്ത്യ ജോയിൻ ചെയ്ത ഇയറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഇന്ത്യ SCO ദാറ്റ് ഈസ് ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷനിൽ ജോയിൻ ചെയ്ത ഇയർ ഏതാണ്. ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ ഷാങ്ഹായ് SCO ക്രിയേറ്റ് ചെയ്യുന്നത് 2002-ലാണ്, ഇന്ത്യ അംഗമാവുന്നത് 2017-ലാണ്. സോ ഇതുപോലുള്ള ഫാക്ട്സും NTAയിൽ ചോദിക്കാറുണ്ട്. സോ ഫാക്ട്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം പ്രിപ്പയർ ചെയ്യാൻ. ഓക്കെ, IR-ൽ കൂടുതലായിട്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവാറ്. ഇന്ത്യൻ ഫോറിൻ പോളിസി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് നാമിനെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. നാമിന്റെ ഫൗണ്ടിങ് കോൺഫറൻസുകളെ കുറിച്ച് ഇപ്പോൾ ചോദിക്കാറില്ല, പക്ഷേ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള കോൺഫറൻസുകളെ കുറിച്ചിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരിക്കണം. നാമിന്റെ ഏതാണ്? ഉഗാണ്ടയിൽ 2024-ലായിരുന്നു നാമിന്റെ അവസാനത്തെ സമ്മിറ്റ് നടന്നത്. സോ ഇതുപോലുള്ള ചോദ്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും. പിന്നെ ന്യൂഡൽഹിയിൽ വെച്ച് നടന്നിട്ടുള്ളത്, ഇപ്പം G20 ഒക്കെ ന്യൂഡൽഹിയിൽ വെച്ചിട്ടൊരു സമ്മിറ്റ് ഉണ്ടായിരുന്നു, നാമിനൊക്കെ ഉണ്ടായിരുന്നു. സോ ന്യൂഡൽഹിയിൽ വെച്ചിട്ട് എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇയർ ഒന്ന് ഓർത്ത് വെക്കണം, കാരണം അത് ചിലപ്പോൾ ചോദിക്കും. ഓക്കെ, then അടുത്തൊരു വലിയൊരു മൊഡ്യൂളാണ് യൂണിറ്റ് നമ്പർ 7 പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ഇന്ത്യ. അതിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് ഫാക്ട്സ് ചോദിക്കാറുണ്ട്. ഇതൊക്കെ ടോപ്പിക്സ് ആണ്, ഞാൻ ഡിവൈഡ് ചെയ്തിരിക്കുന്നതാണ് ഈസിക്ക് വേണ്ടി. ഇതിന് കൂടുതൽ ടോപ്പിക്കുകൾ മൊഡ്യൂളുകളിലുണ്ട്. സോ ഒറിജിനൽ സിലബസ് വെച്ച് തന്നെ പഠിക്കുക. പിന്നെ ഇത് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് ഏരിയാസിനെ കുറിച്ചൊരു അണ്ടർസ്റ്റാൻഡിങ് തരുന്നതേ ഉള്ളൂ. ഓക്കെ, ഇത് മാത്രം പഠിക്കരുത്, എന്നിട്ട് പറയരുത് മാം പറഞ്ഞുകൊണ്ട് ഇത് മാത്രമേ പഠിച്ചുള്ളൂ എന്ന്. അങ്ങനല്ല,
സിലബസിലുള്ള മറ്റു ടോപ്പിക്കുകൾ ഉണ്ട്, പക്ഷെ ഈ ടോപ്പിക്കുകൾക്ക് കൂടുതൽ പ്രഷർ കൊടുത്ത് അല്ലെങ്കിൽ ഫോക്കസ് കൊടുത്ത് പഠിക്കണം, അത്രേ ഉദ്ദേശിക്കുന്നു. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി, പിന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർട്ടിക്കിൾസ് ചോദിക്കാറുണ്ട്, DPSP റിലേറ്റഡ് ആർട്ടിക്കിൾ ചോദിക്കാറുണ്ട്, ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. പ്രധാനപ്പെട്ട കേശവാനന്ദ ഭാരതി കേസ് പോലുള്ള കേസുകൾ, ഇതിലൊക്കെ എന്താണ് ബേസിക് ഡോക്ട്രിനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കോടതി ജഡ്ജ്മെന്റ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ള രീതിയിൽ വേണം മനസ്സിലാക്കാൻ. ഓക്കെ, ഗോലക്നാഥ് കേസ്, കേശവാനന്ദ ഭാരതി കേസ്, മിനർവ മിൽസ് കേസ്, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കേസുകളാണ്. അത്തരത്തിലുള്ള ലാൻഡ്മാർക്ക് കേസുകൾ പഠിക്കണം, അതിലുള്ള ജഡ്ജ്മെന്റുകൾ പഠിക്കണം, അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. ഓക്കെ, ദെൻ ഫെഡറലിസം, പിന്നെ നമ്മളൊരു ബോറോഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് എല്ലാവർക്കും അറിയാം അല്ലെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ നമ്മൾ ഏതൊക്കെ പാർട്ടുകൾ ഏതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ ബോറോ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ച് പഠിക്കണം. ഫോർ എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, എമർജൻസി പ്രൊവിഷൻസ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ എമർജൻസി പ്രൊവിഷൻസ് നമ്മൾ ഏത് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുമാണ് ബോറോ ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. വീമർ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുമാണ് നമ്മളത് ബോറോ ചെയ്തിട്ടുള്ളത്. സോ അതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, ഗവർണർ, ഈ 3 ടോപ്പിക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറേ ചോദിക്കാറുണ്ട്. ഓർഡിനൻസ് മേക്കിംഗ് പവർ ഓഫ് പ്രസിഡന്റ് ഏത് ആർട്ടിക്കിളിലാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്, ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, ഓർഡിനൻസ് ഒക്കെ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് കേട്ടോ. ഓർഡിനൻസ്, പ്രസിഡന്റിന്റെ ഓർഡിനൻസ് പവർ മെൻഷൻ ചെയ്യുന്ന ആർട്ടിക്കിളും ഗവർണറുടെയും പഠിക്കണം. പിന്നെ ലോകസഭയെ ഡിസോൾവ് ചെയ്യാനുള്ള പവർ, അല്ലെങ്കിൽ ബില്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്, ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് ഏത് ഹൗസിനാണ് പവർ കൂടുതൽ, മണി ബില്ലിന്റെ കാര്യത്തിൽ രാജ്യസഭക്ക് വോയിസ് ഇല്ലാത്ത കാര്യങ്ങൾ, ഇത് പിന്നെ ജോയിന്റ് സെഷൻ ഓഫ് പാർലമെന്റ് 108 ആർട്ടിക്കിൾ. സോ അതുപോലുള്ള കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം. ഇതിന് ഏറ്റവും നല്ലൊരു വഴി എന്ന് പറയുന്നത് കുറേ PYQസും MCQസും അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ അറ്റൻഡ് ചെയ്ത് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ വളരെ റിപ്പീറ്റഡ് ആയിട്ട് കാണുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പഠിക്കും. ഓക്കെ, ദെൻ പാർലമെന്റ് കോമ്പോസിഷൻ, ഇപ്പൊ ഒരുപാട് തവണ ചോദിക്കുന്നതാണ്. ലോകസഭയുടെ സീറ്റുകൾ അതെങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, ഏത് ക്രൈറ്റീരിയ വെച്ച് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, രാജ്യസഭയിലെ സീറ്റുകൾ, പിന്നെ പ്രസിഡന്റിനെയും പ്രൈം മിനിസ്റ്ററിന്റെയും ഇലക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത്, വൈസ് പ്രസിഡന്റിനെ എങ്ങനെയാണ് ഇലക്ട് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇലക്ഷൻ പ്രോസസ്സ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഇലക്ഷൻ കമ്മീഷന്റെ കോമ്പോസിഷൻ എങ്ങനെയാണ്, അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ആർട്ടിക്കിൾ എന്തൊക്കെയാണ്, അവർക്ക് ഏതൊക്കെ കാര്യങ്ങളിൽ പവർ ഉണ്ട്, അവരെങ്ങനെയൊക്കെ ലിമിറ്റഡ് ആണ് എന്നുള്ള രീതിയിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ ഒരുപോലെ തന്നെ പഠിക്കുക. പിന്നെ പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിനെ കുറിച്ച് പഠിക്കുക, സ്റ്റാറ്റ്യൂട്ടറി ബോഡീസിനെ കുറിച്ച് പഠിക്കുക. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, അറ്റോർണി ജനറൽ, ഇവരൊക്കെ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ്. റിപ്പീറ്റഡ് ആയിട്ട് ഇവരെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇവരുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ആർട്ടിക്കിൾ, ഇവരുടെ പവേഴ്സ്, ഇവരുടെ കോമ്പോസിഷൻ, ഇതാണ് പ്രധാനപ്പെട്ടത്. ഓക്കെ, പിന്നെ അടുത്തത് യൂണിറ്റ് നമ്പർ 8 എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ പ്രോസസ്സസ് ഇൻ ഇന്ത്യ. നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തു. ഇതിൽ കൂടുതൽ മൂവ്മെന്റ്സ് ആണ്, അതായത് പ്രധാനപ്പെട്ട ലേബർ മൂവ്മെന്റ്സ്, ഫാർമർ മൂവ്മെന്റ്സ്, അല്ലെങ്കിൽ എന്താ വിമൺ റൈറ്റ്സ് മൂവ്മെന്റ്സ് ഇന്ത്യയിൽ നടന്നിട്ടുള്ളത്, പിന്നെ വേൾഡിൽ നടന്നിട്ടുള്ള മൂവ്മെന്റ്സും ചോദിക്കാറുണ്ട്. ഓക്കെ, ദെൻ റീജിയണൽ മൂവ്മെന്റ്സ്, എന്തെങ്കിലും പിന്നെ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ, അതിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റുകളെ ഫോർമേറ്റ് ചെയ്യുന്നത്, ക്രോണോളജിക്കലി പ്ലേസ് ചെയ്യുന്നത്, അതൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ ദളിത് മൂവ്മെന്റ്സ് ചോദിക്കാറുണ്ട്. ദളിത് ഓർഗനൈസേഷൻസ്, ദളിത് പാന്തർ എപ്പോഴാണ് ക്രിയേറ്റ് ചെയ്തത്, പിന്നെ അംബേദ്കറിന്റെ കുറെ ഓർഗനൈസേഷൻസ് ഒക്കെ ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പഠിക്കുമ്പോൾ പൊളിറ്റിക്കൽ പ്രോസസ്സും കൂടെ നിങ്ങൾക്ക് ഒരുമിച്ച് പഠിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അത് രണ്ടും കണക്റ്റഡ് ആയിട്ടുള്ള മൊഡ്യൂൾസ് ആണ്. ദെൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പൊളിറ്റിക്കൽ സയൻസ് സ്റ്റുഡൻസിന് മാർക്ക് കുറയുന്ന ഒരു മൊഡ്യൂളാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ മൊഡ്യൂൾ. കൂടുതലായിട്ടും അവരുടെ കൺസെപ്റ്റുകൾ പഠിക്കണം, തിങ്കേഴ്സിനെ പഠിക്കണം, അവരുടെ കൺസെപ്റ്റുകൾ പഠിക്കണം, അവരുടെ പുസ്തകങ്ങൾ പഠിക്കണം, അത് തന്നെ ക്രോണോളജിക്കലി പഠിക്കണം. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവരുടെ കോട്ട്സ്. കഴിഞ്ഞ എക്സാമിൽ ഹെൻറി ഫയോളിന്റെ ഒരു കോട്ട് ഇങ്ങനെ കൊടുത്തിട്ട് അത് ആര് പറഞ്ഞിട്ടുള്ളതാണെന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പൊ അതുപോലെ പഠിക്കണം. അപ്പൊ ഞാൻ അവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് അത് നോക്കാവുന്നതാണ്. ഇങ്ങനെ നിങ്ങളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ മെമ്മറൈസേഷനും റീകോൾ ചെയ്യാനും നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഫോർ എക്സാമ്പിൾ ഫെഡറിക് ടൈലർ, അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട തിങ്കറാണ്, ക്ലാസിക്കൽ പൊളിറ്റിക്കൽ തിങ്കറാണ്. ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് 1911, അദ്ദേഹത്തിന്റെ കുറെ പുസ്തകങ്ങളുണ്ട്, അതിലൊരു പുസ്തകമാണ്. പിന്നീട് കൺസെപ്റ്റ് ഓർ തിയറി, അദ്ദേഹം ഫേമസ് എന്തുകൊണ്ടാണ്, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൺസെപ്റ്റുകൾ, ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് ആണ്. ഒപ്പം തന്നെ പീസ് റേറ്റ് സിസ്റ്റം, ഇതൊക്കെ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള കൺസെപ്റ്റുകളാണ്. സോ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയല്ലോ. അതുപോലെ 3 ടേബിളുകളാക്കുക. ഒരു ടേബിളിൽ തിങ്കറുടെ പേര്, പിന്നെ അവർ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ, അത് തന്നെ ക്രോണോളജിക്കലി നിങ്ങൾ എഴുതുക. ഇപ്പൊ 4 പുസ്തകങ്ങൾ ഉണ്ടെങ്കിൽ 4 പുസ്തകങ്ങൾ ഇയർ വൈസ് നിങ്ങൾ എഴുതുക. പിന്നെ കൺസെപ്റ്റും എഴുതുക. പുസ്തകങ്ങളിൽ പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ്, അദ്ദേഹം ഫേമസ് ആയിട്ടുള്ളത് എന്തൊക്കെ കൺസെപ്റ്റുകളുടെ പേരിലാണ് എന്നുള്ളതും കൂടെ പറയാ. അപ്പോൾ അങ്ങനെ പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അങ്ങനെ നിങ്ങൾ എഴുതുവാണെങ്കിൽ എളുപ്പത്തിൽ പഠിക്കാനും മെമ്മറൈസ് ചെയ്യാനും നിങ്ങൾക്ക് പറ്റും. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് പഠിക്കുവാണെങ്കിൽ എളുപ്പത്തിൽ മെമ്മറൈസ് ചെയ്യാനും എളുപ്പത്തിൽ റീകോൾ ചെയ്യാനും പറ്റും.
ഓക്കെ, ഇതുപോലെ ഒരുപാട് കൺസെപ്റ്റുകളുണ്ട് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ. ഒരുപാടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പേടിയാവേണ്ട, ലൈക്ക് എളുപ്പമാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പഠിക്കാൻ. നിങ്ങളൊന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു കുറച്ച് ദിവസം കൊണ്ട് തന്നെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ മൊഡ്യൂൾ തീർക്കാൻ പറ്റും. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഒരു 3-4 ക്വസ്റ്റ്യൻസ് ഉറപ്പിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ നമ്മൾ 10th മൊഡ്യൂളിലേക്ക് വന്നിരിക്കുകയാണ്. 10th മൊഡ്യൂളിൽ ഗവേണൻസ് ആൻഡ് പബ്ലിക് പോളിസി ഇൻ ഇന്ത്യ. നമ്മുടെ ഈ ഗവൺമെന്റ് സ്കീംസ് ഒക്കെ ഉണ്ടല്ലോ, പ്രധാനപ്പെട്ട വെൽഫെയർ സ്കീംസ് അല്ലെങ്കിൽ പ്രധാനമന്ത്രി അന്ത്യോജന അതൊക്കെ പറയുന്ന സ്കീംസ്. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ഇയറും ഏത് പ്രൈം മിനിസ്റ്ററുടെ പീരീഡിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്, എന്താണ് അതിന്റെ പർപ്പസ് എന്നുള്ള രീതിയിൽ പഠിച്ചാൽ മതി. അതാണ് കൂടുതലായിട്ട് ചോദിക്കാറ്, സ്കീമുകളാണ് കൂടുതൽ ചോദിക്കാറ്. പിന്നെ ഈ മൊഡ്യൂളിലായിട്ട് ഭാഗമായിട്ട് ഞാൻ പറയാണ് 73rd 74th അമെൻമെന്റ്, പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇവരുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, ആർട്ടിക്കിളുകൾ, ഇതൊക്കെ പഠിക്കണം കേട്ടോ. അവരുടെ ഇലക്ഷൻസ് എങ്ങനെയാണ്, കോമ്പോസിഷൻ എങ്ങനെയാണ്, വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളതിൽ പഠിക്കണം. ഓക്കെ, പിന്നെ ഡിജിറ്റൽ ഇന്ത്യ, ഡിജിറ്റൽ ആയിട്ടുള്ള ഒരുപാട്, അത് സ്കീംസ് പഠിക്കുമ്പോൾ അതിന്റെ കൂടെ പഠിച്ചാൽ മതി. അതായത് ഡിജിറ്റൽ ഇന്ത്യ ആകുന്നതിന്റെ ഭാഗമായിട്ട് ഒരുപാട് സ്കീംസ് ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടല്ലോ, ഇപ്പൊ അക്ഷയ പോലുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അതൊക്കെ ഏത് ഇയറിൽ കൊണ്ടുവന്നു, എങ്ങനെയാണ് അതിന്റെ വർക്കിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ മൊഡ്യൂൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. സോ നമ്മൾ മൊത്തത്തിലൊരു 10 മൊഡ്യൂളിന്റെ ഒരു അനാലിസിസ് നമ്മൾ കണ്ടു. അപ്പൊ ഈ ഒരു അനാലിസിസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇതുവരെയുള്ള എക്സാംസിന്റെയും പിന്നെ കുട്ടികളിൽ നിന്നുള്ള റെസ്പോൺസിന്റെ ഒക്കെ ബേസിലാണ്. ഓരോ മൊഡ്യൂളിലും ഫോക്കസ് ചെയ്യേണ്ട ടോപ്പിക്സ് വളരെ, അതായത് നിങ്ങൾക്ക് പേടിയാവണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ കുറച്ച് ടോപ്പിക്സ് മാത്രമായിട്ട് എഴുതിയിട്ടുള്ളത്. അപ്പൊ ഇതിൽ ഫോക്കസ് ചെയ്താണ് നിങ്ങൾ ആ മൊഡ്യൂൾ പഠിക്കേണ്ടത്. ബട്ട് ഓഫ് കോഴ്സ് ഇതിൽ സിലബസ് നോക്കുമ്പോൾ ഇതിനേക്കാൾ കൂടുതൽ ടോപ്പിക്കുകൾ ഉണ്ടാവും. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ അതൊക്കെ കവർ ചെയ്യണം, ചെയ്യരുതെന്നല്ല ഞാൻ പറയുന്നത്. അത് നിങ്ങൾ ആ മൊഡ്യൂളുകൾ പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞ ഈ പോയിന്റുകൾക്ക് കൂടുതൽ ഫോക്കസ് കൊടുത്തിട്ട് പഠിക്കുക. ഓക്കെ, പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കുക. പിന്നെ കൂടെ തന്നെ MCQs ചെയ്യുക, PYQs ചെയ്യുക. സോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോണോളജി ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ചോദിക്കാറുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഓഫൺ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരുന്ന കുറച്ച് ക്രോണോളജിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത്. ചീഫ് ജസ്റ്റിസസ് ഓഫ് ഇന്ത്യ, അതായത് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസുകളുടെ പേരുകൾ ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കുക. അത് ചോദിക്കാറുണ്ട്, ഇപ്പം മിക്ക തവണയും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, അതേ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് സെക്ഷനിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. CAGs, ഇവരുടെ പേരുകൾ അത് ഓർഡറിൽ ചോദിക്കാറുണ്ട്. അറ്റോർണി ജനറൽസ്, ഇമ്പോർട്ടൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്സ്, പിന്നെ പ്രസിഡന്റിന്റെ പേരുകൾ, വൈസ് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റേഴ്സ്, ഇതൊക്കെ ബൈഹാർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ പറ്റുന്നിടത്തോളം നിങ്ങൾ പഠിച്ചു വെക്കുക. കാരണം ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ട് ഇതിൽ നിന്ന് ചോദിക്കാറുണ്ട്. ഈ ക്വസ്റ്റ്യൻസിൽ ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞിട്ടുള്ള എക്സാമിൽ ഒരു 6-7-8ഓളം ക്രോണോളജിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, കീ ജഡ്ജ്മെന്റ്സ് ഓഫ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ, പിന്നെ സ്റ്റേറ്റിന്റെ ഫോർമേഷൻ ഇയർ വെച്ച് റീഓർഗനൈസേഷൻ പീരീഡ് വെച്ചിട്ട് സ്റ്റേറ്റിനെ ക്രോണോളജിക്കലി പ്ലേസ് ചെയ്യുക എന്നുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, ക്രോണോളജി തന്നെ പഠിക്കുക, കൂടുതലായിട്ട് പഠിക്കുക. ദെൻ നമുക്കൊരു എൻഡിങ്ങിലേക്ക് വന്നിരിക്കുകയാണ് ഈ വീഡിയോയുടെ. കൂടുതലായിട്ട് ഞാൻ നീട്ടി വലിച്ച് പറയുന്നില്ല. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങൾ എന്താ ഓർത്ത് വെക്കേണ്ടതെന്നുള്ളത്, ഫാക്ട്സ് നിങ്ങൾ ഫാക്ച്വലായിട്ട് തന്നെ പഠിക്കുക. എത്രത്തോളം എല്ലാവരും ഈ ഒരു പാറ്റേണിനെ സപ്പോർട്ട് ചെയ്യുന്നുള്ളത് എന്നുള്ളത് വേറൊരു ഡിബേറ്റ് ആണ്. പക്ഷേ ഇപ്പം NTA ചോദിക്കുന്നത് ഫാക്ട്സ് ബേസ്ഡ് ആയിട്ടുള്ള എക്സാംസ് ആണ്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ആണ്. സോ നിങ്ങൾ പഠിക്കുമ്പോൾ അതുപോലെ തന്നെ ഫാക്ട്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കുക. ഒരു ആർട്ടിക്കിൾ ഒരു ട്രീറ്റി പഠിക്കുമ്പോൾ അത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഇയർ, ആരുടെ കീഴിലാണ്, ഏത് രാജ്യങ്ങൾ റാറ്റിഫൈ ചെയ്തിട്ടുണ്ട്, അതും പഠിക്കുക. ആ ട്രീറ്റിയുടെ കൺസെപ്റ്റും പഠിക്കുക. ദെൻ കറണ്ട് അഫയേഴ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ന്യൂസ് പേപ്പർ വായിക്കുക, ന്യൂസ് പേപ്പറിൽ നിന്നും ഫാക്ട്സുകൾ കളക്ട് ചെയ്യുക, അതുപോലെ പഠിക്കുക. വേൾഡിൽ നടക്കുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാവുക. ഏതൊക്കെ വാറുകൾ, എവിടെയൊക്കെയാണ്, ആരൊക്കെയാണ്. ഇപ്പോൾ യുക്രൈനിലൊക്കെ പ്രസിഡന്റിൻ്റെയോ പ്രൈം മിനിസ്റ്ററിൻ്റെ ഒക്കെ പേര് ചോദിക്കുമ്പോൾ അതൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. യുക്രൈനൊക്കെ ഇപ്പോൾ ന്യൂസിലുള്ള കാര്യങ്ങളാണ് അല്ലേ, യുക്രൈൻ വാറൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെ കുറിച്ചിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവുക. പിന്നെ ഒരു ബേസിക് കൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുക. തിയറീസിനെ കുറിച്ച്, അപ്രോച്ചിനെ കുറിച്ച്. ഇപ്പോൾ എലൈറ്റ് തിയറി എന്താണ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്കൊരു 3-4 ലൈനിൽ അത് സമ്മറൈസ് ചെയ്യാനുള്ള രീതിയിലുള്ള കൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ഗസ് ചെയ്തിട്ടെങ്കിലും ആൻസറുകൾ ചെയ്യാൻ പറ്റും പല ക്വസ്റ്റ്യൻസിൻ്റെയും. പിന്നീട് പ്രാക്ടീസ്, PYQs ഒരുപാട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക, MCQs പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഡെയിലി ഞാൻ നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജൂലൈയിൽ റിസൾട്ടൊക്കെ വന്ന് നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഓരോ ദിവസവും നിങ്ങളിങ്ങനെ സിലബസ് കവർ ചെയ്യാൻ നോക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു 10-20 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഡെയിലി പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. PYQs നിങ്ങൾക്ക് നമ്മളായിട്ട് തന്നെ ഒരു വീഡിയോ സീരീസ് പോലെ ചെയ്യുന്നുണ്ട് PYQsൻ്റെ, അതിൽ നിങ്ങൾക്ക് നോക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓൺലൈൻ മെറ്റീരിയൽസും ഒക്കെ കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് PYQsഉം ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ലൈക്ക്
ആ എക്സാം അപ്രോച്ച് ചെയ്യേണ്ടതിനും ആ എക്സാം എഴുതുന്നതിൻ്റെയും ഒരു കൈൻഡ് ഓഫ് നിങ്ങൾ ഫെമിലിയറൈസ് ആവും. ഓക്കെ, സോ അത്രയൊക്കെയാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. സോ ബേസിക് ആയിട്ട് നമ്മൾ അനാലിസിസ് നടത്തിയിട്ടുണ്ടായിരുന്നു, പിന്നെ ഏതൊക്കെ മൊഡ്യൂൾസിൽ ഏതൊക്കെ ടോപ്പിക്സിനെ ഫോക്കസ് ചെയ്താണ് പഠിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ഇത്രയാണുള്ളത്. അപ്പം അടുത്ത എക്സാമിന് വേണ്ടി എല്ലാവരും നന്നായിട്ട്, സോ ഈ വീഡിയോയിൽ ഇത്രയാണ് പറയാനുള്ളത്. സോ അടുത്തൊരു എക്സാം എല്ലാവർക്കും നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ. എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് പറ്റുന്നത്ര സമയമുണ്ട്. ഫാക്ച്വൽ ആണെന്ന് വിചാരിച്ച് പേടിക്കൊന്നും വേണ്ട. ഫാക്ട്സ് പഠിക്കാൻ എളുപ്പമാണ്. നമ്മൾ അതിന് കുറച്ച് ട്രിക്സ് ഒക്കെ ഉപയോഗിച്ചാൽ മതി. ഫ്ലാഷ് കാർഡ്സ് അല്ലെങ്കിൽ നമ്മളിങ്ങനെ എഴുതി നമ്മുടെ വാളിൽ പേസ്റ്റ് ചെയ്ത് വെക്കുക, അതുപോലെയുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മൾ ഈ കോഡുകൾ ഉണ്ടാക്കുക, പാട്ട് പോലെയൊക്കെ പഠിക്കുക. അപ്പോൾ ഓരോരുത്തർക്കും പറ്റുന്ന രീതിയിൽ അവരവരുടെ മെമ്മറൈസേഷൻ ഏത് രീതിയിലാണോ കൂടുതൽ വർക്ക് ആവുന്നത് ആ രീതിയിൽ മെമ്മറൈസ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഷോർട്ട് നോട്ടുകൾ ഉണ്ടാക്കുക. കൺസെപ്ച്വൽ ആയിട്ട് പഠിക്കാനുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത് ഫ്ലാഷ് കാർഡ്സിൽ തന്നെ ഓരോ കൺസെപ്റ്റുകളെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള നിങ്ങൾ തന്നെ വായിച്ച് മനസ്സിലാക്കി നിങ്ങളുടെ വേർഡ്സിൽ എഴുതിയിട്ടുള്ള രീതിയിൽ ചെറിയ ചെറിയ ഷോർട്ട് നോട്ടുകൾ ഉണ്ടാക്കുക. അതെന്നും റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഓക്കെ, MCQസും PYQ ക്വസ്റ്റ്യൻസും ഒരുപാട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഓക്കെ, സോ അടുത്ത എക്സാമിന് എല്ലാവർക്കും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാനൊക്കെ പറ്റട്ടെ. സോ നമുക്കൊരു അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു. ബൈ.